മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്നേഹോപഹാരം മധുരമൊഴി. നമ്മുടെ ജീവിതവും സ്വർഗം ആഗ്രഹിക്കുന്ന പോലെ മധുരകരമാകുവാനുള്ള ചെറിയ പരിശ്രമങ്ങളാണ് ഇവിടെ. അതിന് നമ്മെ സഹായിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോർജ് ഗ്ലോറിയ ചേട്ടൻ. നമ്മളെ പരിചയപ്പെടുത്താൻ ആവശ്യമില്ല. ജോർജ് ചേട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പമുള്ള കുടുംബം പാലാ ഭരണങ്ങാനത്തു നിന്നുള്ള ബഹുമാനപ്പെട്ട ബോബച്ച ചേട്ടനും ടെസ്റ്റ് ചേച്ചിയുമാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബോബച്ച ചേട്ടൻ ഒരു അഡ്വക്കേറ്റാണ്. ടെസ്റ്റ് ചേച്ചി 4 മക്കളൊക്കെ ആയിട്ട് വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി മധുരമൊഴിയിലേക്ക് സ്നേഹസ്വാഗതം. ഒരു ദിവസം വൈകുന്നേരം വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടി രാത്രി അവരുടെ ഓഫീസിൽ പണികളൊക്കെ, ഒരാൾ ടീച്ചറാണ്, മറ്റൊരാൾ ഓഫീസറാണ്, രണ്ടുപേരും കൂടി വീട്ടിൽ പണികളൊക്കെ തീർക്കുന്ന സന്ദർഭം. അത് കഴിഞ്ഞ് ഭർത്താവ് ഇരുന്ന് മൊബൈലിൽ അത്യാവശ്യം മെയിലുകളൊക്കെ അയക്കുന്നു. ഭാര്യ ഇരുന്ന് ടീച്ചറായതുകൊണ്ട് പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പേപ്പർ നോക്കിക്കൊണ്ടതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഭാര്യ പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി പോകുന്നതും ഒന്ന് കരയാൻ തുടങ്ങുന്ന പോലൊക്കെ ഭർത്താവിന് തോന്നി. ഭർത്താവ് മൊബൈലൊക്കെ അവിടെ വെച്ചിട്ട് ഭാര്യയോട് ചോദിച്ചു, എന്ത് പറ്റി പെട്ടെന്ന്? അപ്പോൾ ഭാര്യ ഒരു പേപ്പർ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ ക്ലാസ്സിലെ കുട്ടികളോട് അവർക്ക് എന്തായി തീരണം എന്ന് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, നല്ല കാര്യമല്ലേ, പിള്ളേർ നല്ല കാര്യങ്ങളല്ലേ എഴുതാറുള്ളൂ, എന്തായിരിക്കണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അതിനെന്തിനാ കരയുന്നേ? അപ്പോൾ ഭാര്യ എടുത്ത് ഭർത്താവിൻ്റെ കയ്യിലേക്ക് ഒരു പേപ്പർ കൊടുത്തു. അതിൽ കൊച്ച് ഒരു വടിവത്ത അക്ഷരത്തിൽ ഒരു 3 നല്ല പഠിക്കുന്ന കുഞ്ഞിപ്രകാരം എഴുതിയിരിക്കുകയാണ്, എനിക്കൊരു മൊബൈൽ ഫോൺ ആവണം. അപ്പോൾ ഭർത്താവ് പൊട്ടിച്ചിരിച്ചു. ഇത് നല്ല ആഗ്രഹമല്ലേ? താഴേക്ക് വായിക്കാൻ തുടങ്ങി. മൊബൈൽ ഫോൺ ആവണം എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു? കാരണം പപ്പ എപ്പോഴും മൊബൈൽ ഫോൺ പിടിച്ചിട്ടിരിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പപ്പ അതിൽ തോണ്ടിയാണ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എഴുന്നേറ്റ് വരുന്നത്. പപ്പ ഓഫീസിൽ പോകുമ്പോൾ എടുത്ത് പോക്കറ്റ് വെച്ചുകൊണ്ട് പോകുന്നു. തിരിച്ച് ജോലി കഴിഞ്ഞ് വന്നാലും തുടർച്ചയായിട്ട് അതിൽ തൊട്ടുകൊണ്ടിരിക്കുന്നു. കിടക്കാൻ നേരത്ത് പോലും ഒന്നുകിൽ തലയുടെ അരികിലോ അല്ലെങ്കിൽ നെഞ്ചത്തൊക്കെ വെച്ചാൽ ഉറങ്ങുന്ന കൊച്ചു ഞാൻ കാണുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഫുൾ ടൈം ഇതിനകത്തൊക്കെ തന്നെയാണ്. ഞാൻ ഒന്ന് കരഞ്ഞാൽ പോലും പലപ്പോഴും അമ്മ വരാറില്ല. പക്ഷേ മൊബൈലൊന്ന് അടിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കരഞ്ഞാൽ അമ്മ ഓടി വന്ന് മൊബൈൽ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ വലിയൊരു ആഗ്രഹം, എനിക്കൊരു മൊബൈൽ ഫോണായി തീർന്നിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹം. അപ്പോൾ ഭർത്താവ് ചിരിക്കാൻ തുടങ്ങി. നല്ല തമാശ എഴുതി വെച്ചിരിക്കുന്നത്. ഭാര്യ പറഞ്ഞു, എങ്കിൽ ചേട്ടാ ആ താഴത്തെ പേരും കൂടി ഒന്ന് വായിച്ചു നോക്കിക്കോളാൻ പറഞ്ഞു. പേര് വായിച്ചു നോക്കിയതും ഈ മനുഷ്യൻ വെടികൊണ്ട പോലെ നിന്നുപോയി. ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പേരും ചേർത്ത് എഴുതി വെച്ചിരിക്കുന്നു. അവരുടെ വീട്ടുപേർ എഴുതി വെച്ചിരിക്കുന്നു. ഇവരുടെ മകനാണ് ഈ എഴുത്തെഴുതിയിരിക്കുന്നത്. ഇത് രണ്ടുപേരെയും കണ്ണു തുറപ്പിച്ച വലിയൊരു സംഭവമായിരുന്നു എന്ന് പറഞ്ഞ് പിന്നീട് ഒരു മാഗസിനിൽ എഴുതി വന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. മൊബൈലല്ല വിഷയം, മറിച്ച് കുഞ്ഞുങ്ങളോടൊപ്പം കുടുംബം, പ്രത്യേകിച്ച് അപ്പനും അമ്മയും സമയം ചെലവഴിക്കുന്നത്, കുടുംബത്തിൽ ഷെയറിങ്, ആ പങ്കുവയ്പ്പാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും മധുരമൊഴിയിലെ നമ്മുടെ ഈ ചർച്ചാ വിഷയം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ പലപ്പോഴും തിരക്കുകൾ കൊണ്ടും മറ്റ് ജോലി കാരണങ്ങൾ കൊണ്ടും ഒത്തിരി കാരണങ്ങൾ നടക്കപ്പെടാതെ പോകുന്നൊരാഗ്രഹമാണ്. ഇത് പറയുമ്പോൾ തന്നെ പലർക്കും ആഗ്രഹം കാണും, ഇങ്ങനെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ നടന്നിരുന്നെങ്കിൽ. അപ്പോൾ അതുപോലെ ഒരല്പം ഷെയറിങ്ങും കുറച്ച് തമാശകളൊക്കെ കുടുംബത്തിൽ വന്ന് അങ്ങനെ ഉണ്ടായൊരു കുടുംബമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ബഹുമാനപ്പെട്ട ബോബച്ചേട്ടനിലേക്ക് തന്നെ നമുക്ക് പോകാം, കുടുംബത്തിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ കുടുംബത്തിൽ ഈ ഒരു കുടുംബ സമ്മേളനവും അല്ലെങ്കിൽ മക്കളൊപ്പിച്ച് ഒരുമിച്ചുള്ള മനോഹരമായ സമയവും ഒരു പങ്കുവെപ്പൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് പറയാമോ? ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയോടനുബന്ധിച്ചാണ് ഇത് സാധാരണ ഞങ്ങൾ ചെയ്യുന്നത്. ആഴ്ചയിൽ 6 ദിവസവും ജപമാല, അതിനനുബന്ധിച്ച് നമ്മളെ സാധാരണയുള്ള പ്രാർത്ഥന. ഞായറാഴ്ച ദിവസം, കാരണം ഞാൻ ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഞായറാഴ്ച ദിവസമാണ് ഞാൻ വീട്ടിലുള്ള സമയം ഫുൾ ടൈം. ഏഞ്ചൽസ് ആർമിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ, തിരക്കുകളില്ലാന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാകും. ഞാൻ മറ്റ് കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്ത് സാധനങ്ങൾ ഞാൻ ഈവൻ വളരെ ഒഴിവാക്കാൻ മേലാത്ത കല്യാണങ്ങൾ, അല്ലെങ്കിൽ ഞാൻ കല്യാണത്തിൽ അങ്ങനത്തെ ആഘോഷങ്ങൾക്ക് പോലും ഞാൻ പലപ്പോഴും പോകാറില്ല. കുടുംബത്തോടൊപ്പം ഇരിക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം അത് ടെസ്സിയാണ്. ഈ ഞായറാഴ്ച ദിവസത്തെ അതിന് കൂടുതലും അത് വേണം. ഞാൻ ചില ദിവസം ഈ പിള്ളേരുടെ അല്ലെങ്കിൽ ഒരു ശരിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ വേണ്ട, നമുക്ക് ജപമാല തന്നെ ചെല്ലാം എന്ന് പറയുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം ചിലപ്പം ഈ തുടങ്ങുന്ന പ്രാർത്ഥന ഈ ഒരു 2 മണിക്കൂറൊക്കെ ഞങ്ങളിങ്ങനെ ഈ സംസാരിച്ച്, ഈ പ്രാർത്ഥനയാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് മറ്റു എല്ലാ കാര്യങ്ങളും ടെസ്സിക്ക് എനിക്ക് തോന്നുന്നത് ടെസ്സിയാണ് അതിൻ്റെ അകത്ത് കൂടുതൽ ഇതെടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ടെസ്സി പറയൂ എങ്ങനെയാണ് നിങ്ങൾ ഈ വൈകുന്നേരം ആഘോഷിക്കുന്നതെന്ന്. ആഘോഷം എന്ന് ചേട്ടൻ പറഞ്ഞില്ല, അങ്ങനെ ആഘോഷിക്കുന്നു പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കും. ഒരു വട്ടത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം അഭിമുഖമായിട്ടിരുന്ന് എല്ലാവരെയും കാണുകയും ചെയ്യാം. ഞങ്ങളിന്ന് ആദ്യം നന്ദി സ്തുതിയും
പ്രാർത്ഥിക്കും. ഇടയ്ക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, പിന്നെ ആരാധനയുണ്ട്, പാട്ടുകളുണ്ട്. ഇടയ്ക്ക് ഏറ്റവും അവസാനം ഞങ്ങൾ കീബോർഡൊക്കെ വെച്ച് ഒരു അടിച്ചുപൊളി ഒരു വീട്ടില് ഒരു മ്യൂസിക് സിസ്റ്റം ഗാനങ്ങളൊക്കെ ഉള്ള ജോസഫ് ഇളയ മോന് കീബോർഡ് വായിക്കും. അപ്പം എത്ര പേരെ മക്കൾ? എത്ര പേരെ? മക്കൾ 4 പേര്. 4 പേര്. അപ്പൊ നിങ്ങൾ മക്കളൊക്കെ പാട്ടുകാരാണ്? മക്കൾ എല്ലാരും തന്നെ പാടും. ഞാൻ പാടുമ്പം അവര് പറയാം അമ്മ ദയവായിട്ട് പാടരുത്, ഒരു ഇത് കളയരുത് ആ മ്യൂസിക്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് മനോഹര പാട്ടൊക്കെ പാടി പലപ്പോഴും ഇതിനു മുമ്പ് ഇത് നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്, പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ അത് ഇരിക്കുന്ന സമയത്ത് നമ്മൾ അല്പം കുറച്ച് വർത്തമാനങ്ങളൊക്കെ അങ്ങനെ തുടങ്ങി. അത് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഓരോരുത്തരുടെ വിശേഷങ്ങൾ, അവരുടെ കൂട്ടുകാരുടെ കാര്യങ്ങൾ, രസങ്ങൾ, സ്കൂളിലെ കാര്യങ്ങൾ, ചിലപ്പോൾ ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ, പള്ളിയിലെ കാര്യങ്ങൾ, അങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ 2 മണിക്കൂർ 9:30 വരെയൊക്കെ ഞങ്ങൾ സാധാരണ 7:30 മണിയോടെയൊക്കെയാണ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക. അത് 9:30 മണി വരെയൊക്കെ പോയ പല ദിവസങ്ങളും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. കാരണം അവർക്ക് നമുക്കെല്ലാം പറയാം, എന്ത് വേണമെങ്കിലും പറയാം. പരസ്പരം അതിൻ്റെ ഇടയ്ക്ക് കളിയാക്കിച്ചുണ്ട്, തമാശകളുണ്ട്. ഒരു മുറിവിന് കാരണമാകുന്നില്ല. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന കളിയാക്കലുകൾ അവർക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് വരുത്തുന്നില്ല. 4 പേരും ഉള്ള കാരണം അവർക്ക് ഇതാണ് സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ കൊള്ളാം, മനോഹരമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും നിങ്ങളുടെ മക്കൾ ഇപ്പോൾ ഡിഗ്രി വരെയൊക്കെ എത്തിയല്ലേ? ഡിഗ്രി PG വരെ. ഡിഗ്രി തൊട്ട് 9th സ്റ്റാൻഡേർഡ് വരെ. PG മുതൽ 9th സ്റ്റാൻഡേർഡ് വരെ ഉണ്ട്. അപ്പോൾ ജോർജേട്ടാ, ഇനി ചോദ്യം ജോർജേട്ടിലേക്കാണ്. കാരണം ഇവരുടെ മക്കൾ ഇപ്പോൾ PG മുതൽ ഇപ്പോൾ 9th വരെയൊക്കെ നിൽക്കുകയാണ്. ആരും തന്നെ ജോലി അങ്ങനെ കല്യാണം നടന്നിട്ടില്ല. അപ്പോൾ ജോർജേട്ടൻ്റെ വീട്ടിൽ ഇപ്പോൾ മക്കളെ കല്യാണമൊക്കെ കഴിഞ്ഞു, കൊച്ചുമക്കളൊക്കെ ആയി, മക്കൾ പഠിക്കുന്ന മക്കളുണ്ട്. പിച്ചൂടെ ഒരു സീനിയർ പ്ലാറ്റ്ഫോം അവിടെയുണ്ട്. അപ്പോൾ അവിടെ ഇച്ചിരി ഡിസ്കഷൻസ് കുറച്ചുകൂടി വ്യത്യസ്തവും സീരിയസ് ഒക്കെ ആയിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും മനോഹരമായ അനുഭവങ്ങൾ ജോർജേട്ടന് പങ്കുവയ്ക്കാനായിട്ടുണ്ടോ? ഇതിൽ നിന്നും കുറേയേറെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഞങ്ങളുടെ. കാരണം ഇവർക്കുള്ള ആ അടുക്കും ചിട്ടയും ഡിസിപ്ലിനും ഒന്നും അതിനെ ജോർജേട്ടനെ കണ്ടു മനസ്സിലായി. പ്രത്യേകിച്ച് എനിക്കുമില്ല, അവിടെയുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം അതിനു വേണ്ടി വെച്ചിട്ടില്ല. പൊതുവേ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മൾ പരമ്പരാഗതമായിട്ട് ചൊല്ലി വരാറുള്ള പ്രാർത്ഥനകൾ, ഇപ്പോൾ ജപമാല, കരുണയുടെ ജപമാല, അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ, സന്ധ്യാപ്രാർത്ഥനകൾ. അത് കൂടാതെ നമുക്ക് പിന്നെ കാണാറുള്ളത് മധ്യസ്ഥ പ്രാർത്ഥന. മറ്റുള്ളവർക്ക് ആവശ്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബന്ധുക്കൾ, പരിചയക്കാർ, സ്നേഹിതരെ, അങ്ങനെയൊക്കെയുള്ളവരുടെ ആവശ്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെയാണ് പൊതുവേ ഉള്ളത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇടയ്ക്ക് വെച്ച് എവിടെ വെച്ച് വേണമെങ്കിലും, പൊതുവേ നമ്മൾ സന്ധ്യാപ്രാർത്ഥനയാൻ കഴിയും. പക്ഷെ ജപമാലയിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് എവിടെ വെച്ച് വേണമെങ്കിലും ഇതിന് മാറ്റം വരാം. ഉദാഹരണം പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരാവശ്യം വരികയാണ്. അപ്പോൾ ഒരുപക്ഷെ എന്താണ് ആ കുടുംബത്തിലെ പ്രശ്നം, അത് പറഞ്ഞാലല്ലേ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്? അപ്പോൾ അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് അപ്പോൾ ഓരോരുത്തർക്കും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം കാണും. ഇത് ഇൻവേരിയബിളി അവസാനിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, അങ്ങനെയെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിൽ എന്നിടത്തേക്ക് വരും. ഇത് അവരുടെ ഒരു പ്രശ്നമായല്ല, അവരങ്ങനെ ആയിപ്പോൾ എന്നാ ചെയ്യാനാ എന്ന് പറഞ്ഞ് തീരുകയായിരിക്കില്ല. നമ്മളതിൻ്റെ വക്കത്തെങ്ങാനും ആണോ, നമ്മളിൽ ആ ടെൻഡൻസി ഉണ്ടോ, സംഭവം വന്നാൽ നമ്മളെങ്ങനെ ഡീൽ ചെയ്യും, ഇനി അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വരാതെ ദൈവം നമ്മളെ സംരക്ഷിച്ചത്. അതിനകത്ത് ചിലപ്പോൾ ചില വ്യക്തികൾ കാണും, മമ്മി ഒരാളുണ്ടായിരുന്നത് കൊണ്ടാണ്, അല്ലെ മമ്മി ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് കേട്ടോ. തിരിച്ചറിവിൻ്റെ അടുത്ത ലെവലിലേക്ക് ഇതൊക്കെ ഈ കമൻറ്റുകളൊക്കെ വരും. ഇതപ്പം ബോധപൂർവമായിട്ടൊരു അപ്രീസിയേഷൻ വേണം, അല്ലെങ്കിൽ ഇവാലുവേഷൻ വേണം എന്നൊന്നും ആരും പറയുന്നില്ലെങ്കിലും ഇതിങ്ങനെ സംഭവിക്കുന്ന ഒരിതുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ വിവാഹിത പ്രായമായവരുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടികളായതുകൊണ്ട് വിവാഹം ചെയ്തവരൊക്കെ അവരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് പോയി. ഞങ്ങളുടെ ഗ്രൂപ്പിൽ വീടാണ് ഏറ്റവും വലിയ പ്രാർത്ഥനാ ഗ്രൂപ്പ്, പുറത്ത് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഇതായിട്ടാണ് വരുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത്, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളോ കമൻറ്റുകളോ വരും. ഇത് പിന്നെ ബൈബിളിൽ നിന്ന് വചനം വായിക്കും, ഏതെങ്കിലും വചനം വായിക്കുമ്പോഴാകും പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെ ഓരോരുത്തരും ഓരോ വചനഭാഗം എവിടുന്നെങ്കിലും അവർക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ അവർ കിട്ടുന്ന ഭാഗം വായിക്കുക. അത് അവരവരുടെ സ്വാതന്ത്ര്യം, അത് അവരവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് അവർ ചെയ്യാറുമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ചില ചോദ്യങ്ങൾ വരിക, അതെന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് ഈ രണ്ടുപേരുടെയും ഷെയറിങ്ങിന് 2 ലെവലിൽ പോയെങ്കിൽ പോലും ഞാനന്ന് കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട ചില പ്രധാനപ്പെട്ട പാഠങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു, ഈ മറ്റു കുടുംബങ്ങൾക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി ഒരു ഇൻ്റർസെഷൻ്റെ കൾച്ചർ
മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുക എന്ന കൾച്ചർ ഇതിനകത്ത് കിട്ടുന്നത് ഭയങ്കര സംഭവമാണ്. രണ്ട് ജോലിയോട് പറഞ്ഞ ഇവർക്ക് ചില മൂല്യങ്ങൾ കിട്ടുകയാണ് ഈ സംസാരത്തിൽ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ഭയങ്കര മൂല്യങ്ങൾ ഒരു ശ്രേണി കിട്ടുകയാണ്. ഞാൻ ഒരിക്കലും ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു നിന്നപ്പോൾ 5 മക്കളുള്ള വീടാണ്. അപ്പോൾ അവിടെ വെച്ചുണ്ടായ എൻ്റെ മനോഹരമായ ഒരു അനുഭവമുണ്ട്. ഞാൻ ചെന്ന് അവരുടെ കുടുംബ പ്രാർത്ഥനയുടെ തൊട്ട് മുമ്പാണ് ചെന്നുപെട്ടെ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം നീട്ടി പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നുകൊണ്ട് അവരുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയം കുറേ ഞാൻ അപഹരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഒത്തിരി ലേറ്റായി പോയി, 10 മണിയായി കഴിഞ്ഞു, നമുക്ക് എന്താ ഒരു ഉണ്ണിക്കൊന്തയല്ല ഇന്ന്. അപ്പോൾ 3 നന്മ ഓരോരുത്തർ ചെല്ലി ഒരു ഉണ്ണിക്കൊന്തയൊക്കെ ചെല്ലി അതിൻ്റെ അവസാനം അവർ പറഞ്ഞു നമുക്കിന്ന് ഒരു തുറന്ന ഷെയറിങ്. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അവർ പറഞ്ഞു നമ്മുടെ കൂടെ ഇന്ന് അച്ഛനും വന്നിട്ടുണ്ട്, ഞാൻ അപ്പോൾ ഒരു ഫാമിലി സുഹൃത്താണ്, അപ്പോൾ അച്ഛനും ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നന്മകളൊക്കെ ഇന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഉഷാറായി, എല്ലാവരും ആഘോഷമായിട്ടൊക്കെ കണ്ണൊക്കെ ഉറങ്ങി തൂക്കിയിരുന്ന ആൾക്കാരൊക്കെ നേരെ ചെയ്തിട്ടിരുന്നു. അപ്പോൾ ഏറ്റവും മൂത്തവർ തൊട്ടൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും മൂത്ത അപ്പനാണ്. അപ്പൻ അത്രയ്ക്കൊന്നും വലിയ തമാശയൊക്കെ ഒപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അപ്പനെ പറ്റി മൂത്ത മകൾ, അവളിപ്പോൾ 10ൽ പഠിക്കുന്ന മകൾ പറയുന്ന ആദ്യത്തെ ഡയലോഗ് എന്നെ കാണും, അപ്പൻ ഞങ്ങളുടെ ഹീറോയാണ്, അപ്പൻ ഞങ്ങളുടെ മുത്താണെന്നൊക്കെ സിനിമയിൽ പറയുന്നത്, അപ്പൻ ഞങ്ങളുടെ ഹീറോയാണ്. ഞാൻ നോക്കത്ത് കഴിച്ചിരിക്കുക, ഈ മനുഷ്യൻ എങ്ങനെ ഹീറോ ആയെന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു ഹീറോയിസത്തിൻ്റെ ഒരു ചായവും നമ്മൾ തോന്നിയിട്ടില്ല. കൊച്ചു പറഞ്ഞു അടുത്ത ഇപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നമുക്ക് ഹീറോ എന്ന് പറയാൻ തോന്നി. അപ്പുറം എല്ലാ ദിവസവും ജോലി കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഞങ്ങളോടൊപ്പം ഇരുന്ന് ചില വർത്താനം പറയും. ചിലപ്പോൾ ഞങ്ങളുടെ ഷട്ടിൽ കളിക്കാനോ കണ്ണുകെട്ടി കളിക്കാനോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് വന്നിരിക്കും. പഠിക്കാൻ വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ ചില വർത്താനം പറയാൻ വന്നിരിക്കും. അല്ലെങ്കിൽ കൊന്ത ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചെല്ലും. ഞങ്ങൾക്കിത് മതി. ഞാനിത് സ്കൂളിൽ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ വായും പൊളിച്ചിരിക്കുമോ, അയ്യോ നിങ്ങൾ അതേമാതിരി ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, നിങ്ങളുടെ പപ്പ നിങ്ങളോട് കളിക്കാൻ വരുമോ? ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞുങ്ങൾക്ക് ഈ ഷെയറിങ്ങിൻ്റെ വലിയൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ മനോഹരമായിട്ട് അവരുടെ വ്യക്തിപരമായിട്ട് എല്ലാ കാര്യങ്ങളും അവർ വീട്ടിൽ വന്ന് തുറന്നു വെച്ച് തരും. നിങ്ങൾക്ക് അങ്ങനത്തെ കുടുംബത്തിൽ ഇതെങ്ങനെ സാധിച്ചു? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞു, പക്ഷേ ഇതെങ്ങനെ സാധിച്ചു എന്ന കാര്യം പ്രധാനപ്പെട്ടതാണല്ലോ. ചുമ്മാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്നാൽ നാളെ തന്നെ അങ്ങ് തുടങ്ങിയേക്കാം, നമുക്കങ്ങ് സ്വിച്ച് ഓൺ തുടങ്ങിയ പിള്ളേരൊക്കെ വന്നെങ്കിൽ ഷെയർ ചെയ്ത് തുടങ്ങത്തില്ലല്ലോ, അല്ലെങ്കിൽ കുടുംബം മുഴുവൻ വട്ടത്തിരുന്നുകൊണ്ട് ഷെയറിങ് പുറത്തേക്ക് വരത്തുമല്ലോ. നിങ്ങൾക്ക് ഇതെങ്ങനെ ഗ്രാജുവേറ്റ് എങ്ങനെ സാധിച്ചു എന്ന് ഭാഗം പറയാമോ? ആദ്യം ഞങ്ങൾ ജപമാല പ്രാർത്ഥന തന്നെയായിരുന്നു. കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു ചിന്ത വന്നു. കാരണം കുട്ടികളെ കൂടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് ഈ എല്ലാ നന്മകളും ദൈവത്തിൽ നിന്നാണ്, അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരങ്ങളാണെന്നുള്ള ഒരു വസ്തുത ഇവർ മനസ്സിലാക്കണമെന്നും കുറച്ച് നാളുകളായിട്ട് മനസ്സിലിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കാം, അങ്ങനെ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അപ്പം അങ്ങനെയാണ് അതിൻ്റെ നിന്നുള്ള ഒരു തുടക്കം. അപ്പോൾ ആദ്യം അങ്ങനെ ഒരു ഷെയറിങ്ങിലേക്ക് വന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ വിധത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം ചെറിയ വർത്തമാനങ്ങൾ അങ്ങനെ തുടങ്ങി. അപ്പോൾ പിന്നീട് അത് ഭയങ്കര ഇതായത് കുട്ടികൾ ഭയങ്കര ഇതാണ്. അപ്പോൾ അവർക്ക് എല്ലാ ഞായറാഴ്ച അപ്പം ഞാൻ ഈ അവധി ദിവസങ്ങളിൽ നമ്മൾ പബ്ലിക് ഹോളിഡേയ്സിൽ വീട്ടിലിരിക്കുമ്പോൾ കുട്ടികൾ അപ്പോൾ നമുക്ക് ഞാൻ വീട്ടിലിരിക്കുന്നതുകൊണ്ട് അവർക്കൊരു തോന്നലുണ്ട് ഇന്ന് ഞായറാഴ്ച എന്നൊരു ഫീലിംഗ് അത് എല്ലാവർക്കും കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ ഞായറാഴ്ച ഇരിക്കുന്നതുകൊണ്ട് ഇപ്പം ബന്ധാണെങ്കിൽ ഹർത്താലുള്ള ദിവസം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു ഞായറാഴ്ചയുടെ മതി, അപ്പം വൈകിട്ട് അവർ ഇന്ന് നമുക്ക് മറ്റേ പ്രാർത്ഥനയല്ലേ എന്നവർ ഇത് എനിക്ക് ദൈവം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പന്മാർക്കുള്ള നല്ലൊരു ഫ്രീ ഉപദേശമാണ് ചേട്ടൻ മനോഹരമായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. അവധിയൊക്കെ വരുമ്പോൾ മക്കളോടൊപ്പം വീട്ടിലായിരിക്കാൻ ശ്രമിക്കുക, കുടുംബത്തോടെ ആയിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് എല്ലായ്പ്പോഴും ഒന്നും, കാരണം പിള്ളേരും തിങ്കൾ ടു വെള്ളി അല്ലെങ്കിൽ ശനി സ്കൂളിൽ പോകുന്നു, ജോലിക്കാരായതുകൊണ്ട് പേരൻസ് ആയതുകൊണ്ട് രാത്രി മാത്രം സമയം കിട്ടുന്നു. അതുകൊണ്ട് അവധി കിട്ടുന്ന സമയങ്ങൾ മാക്സിമം ഗുണപരമായ സമയം ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്, അത് പ്രാർത്ഥനാപൂർവ്വമായിട്ട്. ചേട്ടൻ തുറന്നോളൂ. അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് ഇങ്ങനെ ഈ വിധത്തിലുള്ള പ്രാർത്ഥന അതിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളൊരു ബൈബിൾ സ്റ്റഡി പോലെ അങ്ങനെ ഒരു ചിന്ത വന്നു. അതായത് ഒരു എപ്പിഡപ്പി പോലെയാണ്, അവിടെയും ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു, ഇവിടെയും ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു. അല്ലാന്ന് വെച്ചാൽ നമ്മളൊരു വചനഭാഗം എടുക്കുക, എന്നിട്ട് അത് ഓരോരുത്തർക്കും അവർക്ക് കിട്ടുന്ന. പക്ഷേ അതിൻ്റെ അകത്ത് ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ നമ്മളെക്കാൾ വലിയ അച്ഛന്മാർക്കും അല്ലെങ്കിൽ തിയോളജിയൻസ് പോലും തോന്നാത്ത ചില സംശയങ്ങൾ അവർ ചോദിക്കും. അപ്പം നമുക്കറിയാൻ പറ്റുന്നതാണെന്നില്ല, ഇല്ലെന്ന് പറഞ്ഞാൽ അത് ആരെയും നമുക്ക് അടുത്ത സമയം നമുക്ക് ആരെ കണ്ട് ആ സംശയം. തിരുവചനം പറയുന്നത് ഇത് നീ ജ്ഞാനികളിൽ നിന്നും മഹാന്മാരിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് നീ വെളിപ്പെടുത്തി കൊടുത്തുവല്ലോ എന്ന് പറയുന്നത്. ഇവർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കും പിന്നീട് ചിന്തിക്കാനും ചിലപ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഐഡിയാസൊക്കെ ചിലപ്പോൾ അവർ ഈ വചനം വായിച്ചിട്ട് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് അവർക്കൊരു ശീലം അവർക്ക് കിട്ടട്ടെ എന്നുള്ള ഇതിലാണ്. അപ്പോൾ അത് ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഈ ഭാഗം എടുത്ത് കിട്ടിയപ്പോൾ നമുക്ക് വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഈശോ ചോദിക്കുന്നുണ്ടല്ലോ, ജനങ്ങൾ എന്നതാ പറയുന്നത്. അപ്പോൾ അവർ പല ഉത്തരം പറയുന്നു. അവസാനം അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് പറയുന്നു? അപ്പോൾ അതെല്ലാം വായിച്ചത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നു,
ഈ മനസ്സിൽ ശരിക്കും ദൈവം തോന്നിപ്പിച്ചാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഞങ്ങളെക്കുറിച്ച് അപ്പനെയും അമ്മയെയും കുറിച്ച് അവർക്കുള്ള ഒരു അഭിപ്രായം എന്നാണ്. ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് ശരി, ഇപ്പം ഇതാണ് ബൈബിളിൻ്റെ അത് പറഞ്ഞത്, ഇനി നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്നതാണ്. അപ്പനെ കുറിച്ചുള്ള നിങ്ങൾക്ക് ആദ്യം പറ, അത് കഴിഞ്ഞാൽ അമ്മയെക്കുറിച്ചുള്ള കാര്യം പറ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു, എനിക്ക് നല്ല ദേഷ്യപ്പെടുകയോ അല്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും, നിങ്ങൾ എൻ്റെ എന്ത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് പ്രശ്നമില്ല, ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. കാര്യം നമ്മളിപ്പോൾ ഒരു സ്വർഗസ്നാ പിതാവിനെ പോലെ പൂർണ്ണനാകണമെന്നൊക്കെ നമ്മുടെ ആഗ്രഹമെങ്കിലും നമ്മൾ പൂർണ്ണനല്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. അതുകൊണ്ട് അവരോട് പറഞ്ഞ് ധൈര്യമായിട്ട് പറഞ്ഞു നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഇത് പറയാൻ തുടങ്ങി. പക്ഷേ അവർ ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്കൊരു വിഷമം ഉണ്ടാക്കിയിരിക്കുന്നത് അവർ കൂടെ കോംപ്ലിമെൻറ്റൂടെ ചേർത്താണ് പറയുന്നത്. ഇടയ്ക്ക് കോംപ്ലിമെൻറ്റ്സ് പറയുന്നത്, പക്ഷേ ചിലപ്പോൾ അപ്പൻ്റെ ദേഷ്യം, പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യപ്പെടുക, അങ്ങനെ ഇതൊക്കെ. അല്ലെങ്കിൽ അവർ എന്താണ് അപ്പനിൽ നിന്ന് അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ, ഞാൻ അവരോട് എങ്ങനെ പെരുമാറണം നടക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിനടുത്ത് അമ്മയെക്കുറിച്ചുള്ള പറയാൻ പറഞ്ഞ്. അപ്പോൾ അമ്മയെക്കുറിച്ചുള്ള അമ്മ തന്നെ പറഞ്ഞു, അമ്മയെപ്പറ്റി പറഞ്ഞത്. ബോച്ചൻ ഇങ്ങനെ ചോദിച്ചപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ പറയുന്നത്? അന്നേരം ഞാനിങ്ങനെ വളരെ എന്നെക്കുറിച്ച് ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറയുമെന്നൊക്കെ ഓർത്തിങ്ങനെ അതൊക്കെയാണ് പറയാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ അറിയാം. അന്നേരം അവർ പറഞ്ഞത്, അമ്മയ്ക്ക് എപ്പോഴും ഒരു വിചാരമുണ്ട്, അമ്മ വലിയ പ്രാർത്ഥനക്കാരിയാണ്. അപ്പം വീട്ടിലെപ്പോഴും ഞങ്ങളെപ്പോഴും പറഞ്ഞു, നമുക്ക് കൃത്യസമയത്ത് നമുക്ക് പ്രാർത്ഥന പറഞ്ഞു, 7:30 പറഞ്ഞു. അത് ഇവിടെ മാത്രമൊന്നുമല്ല, നെറ്റുവിൻ്റെ വീട്ടിലുണ്ട്, മിന്നുവിൻ്റെ വീട്ടിലുണ്ട്, എല്ലാവരും ഒരു സമയം കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ മാത്രമൊന്നുമല്ല. അമ്മയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ദോഷം എന്ന് പറഞ്ഞാൽ അമ്മയുടെ തർക്കം എനിക്ക് കിട്ടിയത്, അപ്പൻ്റെ ബുദ്ധിയും അമ്മയുടെ തർക്കവും അങ്ങനെ പല ന്യൂനതകളും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പറയും, അമ്മ നന്നായിട്ട് പാചകം ചെയ്യും, അമ്മ ഞങ്ങളെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ കൊച്ചുങ്ങൾക്ക് അത്രയും സ്വാതന്ത്ര്യം കിട്ടി അന്ന് സംസാരിച്ച് വരാനായിട്ട്. ഇത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ട് ചേട്ടന് കിട്ടിയ മറുപടിയെ പറ്റി മുഴുവൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. കാര്യം അവർ ഉള്ള കാര്യങ്ങളാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് ഒത്തിരി സന്തോഷം, അവർ അത്രയും ഓപ്പണായിട്ട് പറഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞു തോന്നി. അവസാനം ഞാൻ അവരോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ വീട്ടിൽ ഉള്ളതാണോ നിങ്ങൾക്ക് സന്തോഷം, അതോ ഞാൻ വീട്ടിൽ ഇല്ലാത്തതാണോ നിങ്ങൾക്ക് സന്തോഷം? അതായത് ഞാൻ ആഴ്ചയിൽ കൂടുതൽ ഓഫീസിൽ പോകുന്നു, ഏഞ്ചൽസുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ, അങ്ങനെ പല കാര്യങ്ങൾക്ക് പോകുന്നതുകൊണ്ട് ഈ ഞായറാഴ്ച ദിവസമുണ്ട്, പിന്നെ അവധി ദിവസമുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ ഇരിക്കുന്നതാണോ നിങ്ങൾക്ക് സന്തോഷം, അതോ ഞാൻ വീട്ടിലില്ലാത്തതാണോ? പക്ഷേ ഇളയ മോനാണ് അതിൻ്റെ മറുപടി പറഞ്ഞത്. എൻ്റെ മറുപടി കേൾക്കുമ്പോഴത്തേക്കും വാസ്തവത്തിൽ അവൻ പറഞ്ഞ ഇതാണ്, ആശാനില്ലാത്ത കളരിയാണോ? എൻ്റെ പൊന്നേ, അവൻ തകർത്തു. വാസ്തവത്തിൽ അത് ഞാൻ പിന്നീട് ഓർക്ക് വരുന്നത്, വാസ്തവത്തിൽ പിന്നെ ഈശോ 10 ദിവസങ്ങൾ പറഞ്ഞ പോലെ ഇത് സ്വർഗസ്നാ പിതാവിനെ വെളിപ്പെടുത്തി തന്നെന്ന് പറഞ്ഞതുപോലെ ഒരപ്പനെ സംബന്ധിച്ച് കിട്ടാവുന്ന അതിൽ കൂടുതൽ കിട്ടാവുന്ന ഒരു കോംപ്ലിമെൻ്റ് ഇല്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുന്നത് ഒരു പത്മവിഭൂഷൺ കിട്ടുന്നതിലും, കാരണം നാട്ടുകാർ പറയുന്നതോ മറ്റുള്ളവർ പറയുന്നതോ അല്ല, എൻ്റെ കുടുംബാംഗങ്ങൾ, ഭാര്യ, മക്കൾ പറയുന്ന അതാണ് എനിക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്. ബാക്കി ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഒരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതിനെ ബാക്കിയുള്ളവരെല്ലാം കൂടെ വളരെ ആരവത്തോടെ അതിനെ കൈകടിച്ച് ഇതായത് അതൊരു ഒരു ഭയങ്കര അനുഭവമായിരുന്നു. അതിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. അതായത് അപ്പൻ്റെ കുറവുകളും അല്ല അത് അടങ്ങിയിരിക്കുന്നത് എന്ന് മാത്രമല്ല, അപ്പൻ്റെ എല്ലാം ഇതും അവർ അംഗീകരിക്കുകയും കൂടെ ചെയ്തിരിക്കുകയാണ്. അതാണ് ഗുരുവിന്റെ ശിക്ഷണവും. അപ്പോൾ ഇച്ചിരി ഭീകരനായപ്പോഴാണെങ്കിൽ പോലും പിള്ളേര് ആശാനായിട്ടങ്ങ് പ്രതിഷ്ഠിച്ചു. അപ്പൊ ആശാനല്ല, ഭാവങ്ങളും മംഗളങ്ങളും കളരിക്കും നേർന്നുകൊള്ളുന്നത് ഞങ്ങൾ. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള കുടുംബത്തിലുള്ള ഷെയറിങ്ങൾ എനിക്ക് കേട്ടപ്പോൾ തോന്നി, പിള്ളേർക്ക് അവരുടെ വളർച്ചയുടെ പ്രായത്തിലുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ടേ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ കഴിഞ്ഞ ഒരു അമ്മയോട് സംസാരിച്ചപ്പോഴത്തേക്ക് അവരുടെ മക്കൾ സ്കൂളിൽ പോകുന്ന പെൺപിള്ളേരാണ്, 9ലും 10ലൊക്കെ പഠിക്കുന്ന പെൺപിള്ളേരാണ്. അപ്പോൾ ഇപ്പോൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ പിള്ളേർ സംസാരിക്കുക വരുമ്പോഴത്തേക്ക് പല കാര്യങ്ങൾ, ചിലപ്പോൾ സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ സിനിമാ കാര്യങ്ങളോ അല്ലെങ്കിൽ പിള്ളേർ ലൈനടിക്കാൻ പോയ കാര്യങ്ങൾ, ഇതൊക്കെ സ്കൂളിലാണല്ലോ വലിയ ഡിസ്കഷൻ വരുന്നത്. എനിക്കൊരു കാര്യം ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു. ഒരപ്പൻ്റെ ഒരു അനുഭവം ഞാനൊന്ന് പങ്കുവയ്ക്കുക. അപ്പോൾ അപ്പൻ്റെ ഒരു മോള് 9ലോ 10ലോ പഠിക്കുന്ന ഒരു മോളാണ്. ആ മോള് അപ്പൻ്റെ അടുത്തൊന്നും ഒരു സംശയം ചോദിച്ചു, ഈ സ്വവർഗഭോഗം എന്ന് വെച്ചാൽ എന്താണ്? ഹോമോസെക്ഷുവാലിറ്റി. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം ആ മകള് അപ്പൻ്റെ അടുത്ത് വന്ന് ചോദിക്കാനുള്ള ഒരു ഫ്രീഡവും
ഒരു റോങ് പേഴ്സൻ്റെ അടുത്തല്ല ചെന്ന് ചോദിച്ചത്. ഇതിലേക്ക് തന്നെയാണ് ഞാൻ ലീഡ് വെക്കാൻ സംസാരിച്ച് തുടങ്ങിയത്. കാരണം കുഞ്ഞുങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ അവരവിടെ പോയി ചോദിക്കും. നോർമലി അവർ ചോദിക്കുന്നത് അവരുടെ ക്ലാസ്സിലുള്ളവരോ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ റോങ് ആയിട്ട് എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടുമോ അത് കിട്ടാവുന്ന പൊട്ട സ്ഥലങ്ങളിൽ നിന്നെല്ലാം പൊട്ട ഇമേജുകളും അവരുടെ ലൈംഗികതയെ പറ്റിയുള്ള പൊട്ട കാര്യങ്ങൾ, ചില പൊട്ട പുസ്തകങ്ങളോ ക്ലിപ്പുകളോ കണ്ട് ഇതിൽ നിന്നാണ് പിള്ളേർ മാസ്റ്റർ അതിനകത്ത് എല്ലാം ബിരുദെടുത്തിരിക്കുന്നത്. പക്ഷേ അതിനുള്ള ഏറ്റവും നല്ല കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ കുഞ്ഞുങ്ങൾ ധാർമ്മികതയിൽ വളരാനായിട്ട്, ആത്മീയതയിൽ വളരാനായിട്ട്, അവരുടെ മൂല്യങ്ങൾ ക്രമപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ കുടുംബത്തിലുള്ള ഈ സംസാരം തന്നെയാണ്. പക്ഷേ ഇതിനൊരു മറുപുറം കൂടി ഉണ്ട്. എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നില്ല, നമ്മുടെ കുടുംബങ്ങളിലേക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സാധിക്കുന്നില്ല? ഞാനിങ്ങനെ ഒരു ചെറിയ സംഭവം, ജസ്റ്റ് ഒരു പെൺകുട്ടി അവളുടെ അമ്മയോട് പറയാണ്, അമ്മ ഞാൻ ഇന്നലെ സ്കൂളിലേക്ക് പോയ വഴി തൊട്ടടുത്ത വീട്ടിൽ പയ്യൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അവൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നാളെ അവൻ വീണ്ടും നിൻ്റെ അടുക്ക് വരുവാണ്, അവനോട് പറഞ്ഞു തരും, ഞാൻ സംഭവം ഓൾറെഡി വീട്ടിൽ പറഞ്ഞു എന്ന്. അപ്പോൾ ഇവളുടെ പിറ്റേ ദിവസം ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു, ഇഷ്ടം ഞാൻ ഇന്നലെ തന്നെ ആ കാര്യം വീട്ടിൽ പറഞ്ഞായിരുന്നു. പിന്നെ ആ വഴിക്ക് ആ പയ്യൻ വന്നിട്ടില്ല. അവൻ്റെ പൊടി നമ്മൾ പറയുന്ന പോലെ ഓടിയ വഴിക്ക് പുല്ലുപോലും കിടത്തില്ലെന്ന് പറഞ്ഞാൽ ആ പയ്യൻ പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. പക്ഷെ ഇതിന് ശരിക്കും നോർമലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിന്തിച്ചേ, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കളല്ല ആൺമക്കൾ വന്നിട്ട് ഇങ്ങനെ അവസ്ഥ പറയുകയാണെങ്കിൽ നമ്മളങ്ങനെ പ്രതികരിക്കുന്നത്, നീ പോയി ആടിയാടി നിന്നിട്ടല്ലേ, അവനെ ചിരിച്ച് കാണിച്ചിട്ടല്ലേ അവൻ നിന്നോട് നിഷ്ഠാന്ന് പറഞ്ഞത്, അല്ല അന്നേരം തന്നെ മുഖത്ത് നോക്കി 2 ഡയലോഗ് പറയണ്ടേ, മേലെ ഈ പണിക്ക് വന്നു പോകരുത്. നോർമൽ എൻ്റെ അവനോട് പറയാനുള്ള ചീത്ത മുഴുവൻ ഈ പാവം കൊച്ചിനെ പറഞ്ഞ് ജീവിതത്തിൽ അവൾ എന്തെങ്കിലും പറയുമോ? ചേട്ടാ ഇതിനെപ്പറ്റി ചേട്ടൻ എന്ത് പറയുന്നത്? ഇതൊരു വളരെ ഇതായ കാര്യമാണ്. കാരണം ഭയത്തിൻ്റെ അന്തരീക്ഷമാണ് നിലവിലുള്ളതെങ്കിൽ വചനം തന്നെ പറയുന്നുണ്ട്, ഭയത്തെ ബഹിഷ്കരിക്കണമെങ്കിൽ പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഭയം ഉണ്ടെന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ പറയും സ്നേഹം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന. അത് യഥാർത്ഥത്തിൽ സ്നേഹവും അതിൻ്റെ പ്രകടനവും ഉണ്ടെങ്കിൽ ആശ്വാസം, കംഫർട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരത് പറയാൻ, അത് ഒരു കാര്യമാണ്, ഒരു കാര്യം മാത്രമല്ല, അത് കുട്ടികളുടെ ഭാഗത്തുനിന്ന് അവർക്ക് ആ ഭയപ്പാടിലേക്ക് വരുന്നു. കാരണം ഈ കാര്യം വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമ്മ അറിഞ്ഞാൽ, അപ്പൻ അറിഞ്ഞാൽ എന്നുള്ള ആ ഭയം. പക്ഷേ അപ്പൻ അറിഞ്ഞാൽ, അമ്മ അറിഞ്ഞാൽ എന്നെ സമാശ്വസിപ്പിക്കും, എന്നെ സഹായിക്കും, എൻ്റെ സൈഡായിരിക്കും. ഞാൻ പറയും, ഏത് മക്കൾ കൊലപാതകം ചെയ്തിട്ട് മകൻ വരുമ്പോൾ പോലും കൊലപാതകത്തെ അംഗീകരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മൾ അവൻ്റെ പക്ഷമാണെന്ന് അവന് ബോധ്യമുണ്ടാകണം. അവന് നീ ചെയ്തത് തെറ്റിപ്പോയി, ഇനി എന്ത് ചെയ്യാം, എന്താണെങ്കിലും ഇതിൻ്റെ അവസാനം എവിടെയാണെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഈ ഒരു അഷുറൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരപ്പൻ്റെയും അമ്മയ്ക്കും ദൈവം ഏൽപ്പിച്ചു വിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ള. അവരുടെ തിന്മയ്ക്ക് കൂട്ടുനിൽക്കാനല്ല, പക്ഷേ തിന്മയാണ് അവർ ചെയ്തിരിക്കുക, അവർ തെറ്റുകാരനാണെങ്കിൽ നീ എൻ്റെ മകൻ തന്നെയാണ്, നീ എൻ്റെ മകൾ തന്നെയാണ്. ഈ ഒരു ബോധ്യം അവർക്ക് കിട്ടാവുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു. ജോജേട്ടൻ പറഞ്ഞോട് കോംപ്ലിമെൻ്റ് എനിക്ക് ആഗ്രഹം, ഒരു ടീച്ചർ എന്നോട് പറഞ്ഞാണ്, ടീച്ചറിൻ്റെ മകൻ ഇപ്പോൾ പിള്ളേരെല്ലാം നോർമലി +2 കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ആണല്ലോ പിള്ളേരൊക്കെ സ്വപ്നം. അപ്പോൾ പിള്ളേർ എഞ്ചിനീയറിംഗ് പോയിട്ട് നമുക്കറിയാമോ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സാധാരണഗതിക്ക് പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് മിനിമം ഒരു 10-20 സപ്ലൈ ഒക്കെ ആയിട്ട് പിള്ളേർ 4 വർഷം കഴിയുമ്പോൾ വരത്തുള്ളൂ. അത് 40 വരെ ഉള്ളവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പയ്യൻ 2 വർഷം കൊണ്ട് തന്നെ ഒരു 10-20 സപ്ലൈ ഒക്കെ സമ്പാദിച്ച്, ഇനി 2 വർഷം കൂടി പോകാനുണ്ട്, സമ്പാദിച്ച് അങ്ങ് തകർന്നു കുത്തി വീട്ടിലേക്ക് വരിക. ടീച്ചറാണ് വീട്ടിലിരിക്കുന്നത്, അമ്മ ടീച്ചറാണ്. അമ്മയെ സംബന്ധിച്ച് നാണക്കേടുള്ള കാര്യം അത്. സോ ആ ടീച്ചറിൻ്റെ മകൻ തോറ്റെന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? അപ്പോൾ അമ്മ സ്വാഭാവികമായിട്ട് അമ്മ പ്രതികരിക്കേണ്ടത് അവനെ പ്രാഗി നേർന്ന് ഞങ്ങളുടെ മാനം കളഞ്ഞല്ലോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു, മോനെ പോട്ടടാ, വാ ഇരിക്കി, നമുക്ക് നേടിയെടുക്കാന്നേ, കുറച്ച് അബദ്ധമൊക്കെ പറ്റില്ലേ ഉള്ളൂ. എന്നിട്ട് ലിറ്ററലി നടന്ന അത്ഭുതം പോലെ തന്നെ നമ്മൾ പറയേണ്ടി വരും. ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവന് 20 എണ്ണത്തിൽ 12-13 എണ്ണം ക്ലിയർ ചെയ്തു, ഒറ്റ വർഷം കൊണ്ട്. അത് നമ്മുടെ മാതാപിതാക്കൾ അവരെ കംഫർട്ട് ചെയ്യുന്ന തുല്യമാണ്. നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞു, അവർ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് സംസാരിക്കാൻ അവർ വിമുഖത കാണിക്കുന്നു പറഞ്ഞു. വേറെ ഒരു കാര്യം കൂടെ എനിക്ക് തോന്നുന്നത്, പെട്ടെന്ന് മാതാപിതാക്കളാണെങ്കിലും ചില കാര്യങ്ങളൊന്നും മക്കൾക്ക് വിട്ടുകൊടുക്കാൻ അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നതിനകത്ത് ഇതുപോലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, അറിവിൻ്റെ മേഖലകളിലേക്കൊക്കെ പോകുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഷെയറിങ് നടക്കുന്നത്. അതിനപ്പുറത്ത് നമ്മുടെ CRT TV മാറ്റി നമുക്കൊരു പാനൽ TV വാങ്ങണം, അത് അവതരിപ്പിക്കപ്പെടുക ഈ വേദിയിലായിരിക്കും. ഒറ്റയ്ക്ക് വന്ന അപ്പനോടോ അമ്മയോടോ പറയുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് ഇവിടെയാണെന്ന് അവർക്കറിയാം, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പോൾ അതവിടെ ഒരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു പാർലമെന്റ് പോലെ അവതരിപ്പിക്കും. അപ്പം ഞാൻ ഉടനെ പറയും, കാരണം വരുമാനം വരുത്തുന്ന ഏക വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ സാമ്പത്തിക വശം ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. പറയും, ഇതാണ് എൻ്റെ മാസ വരുമാനം, അതിൽ ഇന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്, ഇപ്പോൾ നമ്മുടെ കൈവശം ഇത്രയേ ഉള്ളൂ, ഇതുകൊണ്ട് നമ്മൾ ഇനി ഓപ്ഷൻസ്. അപ്പോൾ അവർക്ക് പറയാം, അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ലോൺ എടുക്കാമല്ലോ, അല്ലെങ്കിൽ അവിടുന്ന് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുമല്ലോ, ഇങ്ങനെയൊക്കെ ഓരോരോ ഇതെല്ലാം ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇതിന് ഓരോന്നിൻ്റെയും പ്ലസും മൈനസും അവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ അവസാനം
അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കണമോ വേണ്ടയോ. അപ്പോൾ ഇതിനകത്ത് ഓരോ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കമ്പ്യൂട്ടർ വാങ്ങാൻ ഞാനാണ് പ്രപ്പോസ് ചെയ്യുന്നത്, ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത്, അല്ലാതെ ഞാൻ പോയി എന്നാൽ ശരി നാളെ കമ്പ്യൂട്ടർ അല്ല. നമുക്കൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചാലോ, ഭാര്യയോടനെ ഇപ്പോൾ അതിപ്പോൾ അത്യാവശ്യമാണോ, ഓക്കെ ഉടനെ അല്ല കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കും ചില ഉപകാരങ്ങളുണ്ടെന്ന് ഒരാൾ അങ്ങനെ അവസാനം ഞാൻ ഓർക്കുന്നുണ്ട്. അതിനകത്ത് ഒരു അവസാനം വാങ്ങാം, അപ്പം വാങ്ങാമെന്ന് അവർ പറഞ്ഞാൽ അതിൻ്റെ ത്യാഗം അവരനുഷ്ഠിക്കേണ്ടി വരുവേ. കാരണം അത് അടുക്കളയെ പോലും ബാധിക്കും അതിനാവാ നെറ്റ് ഇഫക്റ്റ്. അപ്പോൾ അവസാനം പറയാം പിന്നെ ഡായിയുടെ ഒരാഗ്രഹമല്ലേ. ഞാൻ പറയാം ഇതിൻ്റെ ഇക്കണോമിക്സും ഇതും മാത്രമൊന്നും അല്ല ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുക. അപ്പോൾ ഡായിയുടെ ഒരാഗ്രഹമല്ലേ, നമ്മളായിട്ടത് തടഞ്ഞെന്ന് വേണ്ട. ആ ഒരു രീതിയിലൊരു പെർമിഷനിലാണ് വാസു ഞാൻ കമ്പ്യൂട്ടർ വാങ്ങിച്ചതിന് ഞാൻ ഇപ്പോഴും വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഇപ്പോഴും അങ്ങനെയല്ല ആ ഒരു കാഴ്ചപ്പാട് വരുന്നുണ്ട്. ഇവിടെ ഒരു മാതാപിതാക്കൾ ഇതിനെ അംഗീകരിക്കാതെ പോകുന്നൊരു കാര്യം വെച്ചാൽ ഇപ്പം ഞാൻ അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളല്ലേ അതോറിറ്റികൾ, നമ്മുടെ സ്റ്റാർഡം അങ്ങ് നഷ്ടപ്പെടും. നമ്മുടെ ഇവിടെ എന്ത് വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അത് നഷ്ടമാകും എന്നുള്ള ഒരു ഭയമാണ്. വാസ്തവത്തിൽ അതല്ല. സമയപരിമിതി മൂലം നമ്മുടെ ഈ ചർച്ചയുടെ പൂർണ്ണമാണ്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കപ്പെട്ടല്ലോ, എങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് എന്ത് പറയാൻ പറ്റും? ഇങ്ങനത്തെ ഒരു കൾച്ചർ വീട്ടിൽ, ഷെയറിങ്ങിൻ്റെ കൾച്ചർ, ഒരു സംസ്കാരം വീട്ടിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ സജഷൻസ്, കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ഒന്ന് നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിരിക്കുക. ഞാൻ വീട്ടിൽ ഇരുന്ന് പറയുന്നത് ടി വി കാണാൻ സമയമുണ്ട് എന്നാൽ ടി വി കണ്ടേക്കാം, അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ വാട്സപ്പ് നോക്കാം, അങ്ങനത്തെ ഇതല്ല. നമ്മൾ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുക. നമ്മൾ വെറുതെ ഇനി വീട്ടിൽ നമുക്കൊന്നും ചെയ്യാനില്ലെങ്കിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലികളിൽ ഇവരെ കൂടെ ഉൾപ്പെടുത്തി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അവരുമായിട്ട് ചേർന്നെങ്കിലും ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പ്രസൻസ്, എനിക്ക് തോന്നുന്നു ആ പ്രസൻസിന് ഒത്തിരി വാല്യൂ ഉണ്ടെന്ന് ഞാൻ തോന്നുന്നു. നമ്മുടെ അപ്പൻ്റെ ആ സാന്നിധ്യം അല്ലെങ്കിൽ അമ്മയുടെ ആ വീട്ടിലെ സാന്നിധ്യം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് ഒന്ന്. പിന്നെ ഇതുപോലെ ഈ നമ്മുടെ ഈ പ്രാർത്ഥന ഇതിലൊക്കെ ഈ ബൈബിൾ സ്റ്റഡി പോലുള്ള കാര്യങ്ങൾ, പിള്ളേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട്സ് അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ അവരുടെ സജഷൻസ്, അവരുടെ നമുക്ക് എത്രയോ വലിയ കാര്യങ്ങളെക്കാളും പല കാര്യങ്ങളും അറിവുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളായതുകൊണ്ട് മറ്റു പല കാര്യങ്ങളും കുടുംബത്തിൽ തീരുമാനം എടുക്കാനായിട്ട് അവരുടെ തന്നെ സജഷൻസ് ചോദിക്കുക. കാരണം എനിക്ക് പിന്നെ വേറൊരു ഫീലിംഗ് പറഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ പരസ്പരം പറയുന്നത് അവരെന്തെങ്കിലും തുറന്നു കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ദേഷ്യം നമുക്ക് തോന്നേണ്ട കാര്യമാണെങ്കിലും നമുക്ക് തോന്നില്ല. അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. അത് കുറച്ചുകൂടി ഒരു പ്രാർത്ഥനാപരമായ അന്തരീക്ഷത്തിൽ ചർച്ച നടക്കുന്നുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മധുരമൊഴി ഇന്ന് ചർച്ച ചെയ്തത് കുടുംബത്തിനുള്ളിലെ മധുരമൊഴി എങ്ങനെ സംഭവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിനുള്ളിൽ മധുരകരമായ സംഭാഷണങ്ങളും കുടുംബം മാധുര്യകരമാകാനായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക, ഏറ്റവും നല്ല മാതൃക ഈശോ തന്നെ കാണിച്ചു തന്നത്. ഈശോ എന്താ ചെയ്തത്? ശിഷ്യന്മാരെ കൂടെ കൊണ്ടു നടത്തി എല്ലായിടത്തും കൊണ്ടുപോയി, അവരോടൊപ്പം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യാൻ, അവർ നന്മ ചെയ്യുമ്പോൾ അവർ എൻകറേജ് ചെയ്യാൻ, അവർക്ക് ചില വീഴ്ചകളുണ്ടാകുമ്പോൾ അവരെ ഡിഫെൻഡ് ചെയ്യാൻ. യഹൂദന്മാരൊക്കെ വന്നിട്ട് നിന്റെ ശിഷ്യന്മാരിങ്ങനെ എന്താ കാണിക്കുന്നത് ചോദിച്ചപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഈശോ അവരുടെ മുമ്പിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തതെല്ലാം കൂടെ നടന്നുകൊണ്ടാണ്. ഇതിനേക്കാളും മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നൊരു ചിത്രം പർദീസായുടെ ചിത്രമാണ്. പർദീസായിൽ ആദത്തെയും ഹവ്വായും കാണാൻ വേണ്ടി എല്ലാ ദിവസവും വൈകുന്നേരം പിതാവായ ദൈവം ഇറങ്ങി വന്നിരുന്ന മനോഹരമായ ചിത്രം. നമുക്ക് നമ്മുടെ കുടുംബത്തിലും സൃഷ്ടിക്കപ്പെടേണ്ട പിതാവിൻ്റെ കൈപിടിച്ചുകൊണ്ട് ആദവും ഹവ്വയും നടന്നുപോയ ആ ഒരു മനോഹരമായ ചിത്രം. നമുക്ക് ഈ ഒരു ചിത്രം, പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ഈശോയുടെ നമ്മൾ പങ്കുവെപ്പെട്ട കുടുംബങ്ങളുടെ ചിത്രം നമ്മുടെ കുടുംബത്തിനാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പക്വതയിൽ പ്രാർത്ഥന വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഒരു നിമിഷം നമുക്ക് കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് നിൽക്കട്ടെ, ഒന്ന് കരങ്ങളും ചേർത്ത് പിടിച്ച് നമ്മൾ ഒരുമിച്ച്, നമ്മൾ ഒരു കുടുംബത്തിൽ തമ്പുരാൻ സൃഷ്ടിച്ചത് തമ്പുരാൻ നമ്മളെപ്പറ്റി ഓരോരുത്തരെയും പറ്റിയും വലിയ പദ്ധതിയുള്ളതുകൊണ്ടാണ്. ഈ ഒരു അമ്മയുടെയും അപ്പൻ്റെയും മകനായിട്ടോ മകളായിട്ടോ ഈ ഒരു കുടുംബത്തിൽ തമ്പുരാൻ എന്നെ സൃഷ്ടിച്ചത് തമ്പുരാൻ എന്തൊക്കെയോ ചില പദ്ധതികൾ ഈ ഭൂമിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ കുടുംബത്തിൽ ഈ ഒരു പങ്കുവെപ്പിൻ്റെ, എൻ്റെ കുടുംബത്തിൽ ചില സ്നേഹ സംസാരങ്ങളുടെ ഒരു കരുതലിൻ്റെ അനുഭവം തരുന്നതിനെതിരായിട്ടുള്ള എല്ലാ ബന്ധനങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ നമുക്കൊന്നു ചേർന്ന് ശാസിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കാം. തിരുക്കുടുംബത്തെ എന്നും ഒന്നു ചേർന്ന് നിർത്തിയ പരിശുദ്ധ അമ്മ, യൗസേപ്പിനെയും മാതാവിനെയും യൗസേപ്പിതാവിനെയും ഉണ്ണിയെയും എല്ലാം ഒന്നു ചേർത്ത് പിടിച്ച പരിശുദ്ധ അമ്മ കുടുംബജീവിതത്തിൽ വലിയ മാതൃക കാണിക്കുന്നു നമുക്ക്. അമ്മ മാതാവേ, നിനക്കറിയാമല്ലോ ഞങ്ങളുടെ മക്കളെ ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ വളർത്തണമെന്ന്, എങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹം കൊടുക്കണമെന്ന്, പങ്കുവെക്കണമെന്ന് അമ്മ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗത്തിൽ നിന്ന്. തിരുക്കുടുംബത്തിന് പാലകനായ യൗസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേക മാധ്യസ്ഥം വഹിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് കുടുംബം ഒന്നിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
മധുരമൊഴി